വന്നിരിക്കുന്ന സ്ഥലം കണ്ടില്ലേ? അപ്പോൾ ആരൊക്കെ കൂടെ വന്നേക്കണെന്ന് കാണാം. മമ്മ, പപ്പ, അമ്മാമ്മ, അപ്പാപ്പ, ഏഞ്ചലുട്ട. മനസ്സിലായ? ഇങ്ങോട്ട് വന്നതിന്റെ ഉദ്ദേശം ഇവിടെ പലതരം മീനുകളുണ്ട് ഇതിന്റെ ഉള്ളിലുള്ളത്. അത് ഞാനങ്ങനെ ഓരോന്നിനും വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ വരുമ്പോ ഇപ്പൊ സൂ, അതുപോലെ ഈ മറൈൻ വേൾഡ്, ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ ഇപ്പൊ പലതരം മീനുകളാണ്. അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം ഇവിറ്റിങ്ങളെല്ലാത്തിനെയും ഒറ്റൊരു ദിവസം കൊണ്ട് ഡിം എന്ന് പറഞ്ഞുണ്ടാക്കിയതാണ്. മനസ്സിലായോ? മനുഷ്യൻ മോഡിലേക്ക് ചെയ്ത കുറച്ച് മീനുകളൊക്കെ ഉണ്ട്, നിങ്ങളൊക്കെ പോട്ടെ. എന്നാലും ആ ദൈവത്തിന്റെ ഒരു ക്രിയേഷൻ, എത്ര തരം ജീവികളെ ഒറ്റൊരു ദിവസത്തിൽ. അപ്പൊ ആ ഒരാളുടെ ശക്തി നിങ്ങൾ ആലോചിച്ച് നോക്കി. അപ്പൊ ഞാൻ ഈ യൂട്യൂബിലിടുന്ന ഇതുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ മനുഷ്യർക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ ആൾക്കാരുടെ വിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അല്ല, അതൊരാൾ ഡിസൈൻ ചെയ്ത് അത്ര ഭംഗിയിൽ വളരെ മനോഹരമായിട്ട്. അപ്പോൾ അതൊക്കെ കുറേ ആൾക്കാർക്ക് വിശ്വസിക്കാൻ പാടാം. എല്ലാവരും തന്നെ ഉണ്ടായെന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കും. കാരണം എന്താ, പാപം ചെയ്യണല്ലോ. അപ്പോൾ അങ്ങനെ ഈ വകതുകളൊക്കെ കാണുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ ഒരു കലാവിരുതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ കണ്ടുപോയി. ഇതിൻ്റെ ഉള്ളിൽ കണ്ടതൊക്കെ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് കാണിക്കാം. നിങ്ങൾ ഈ മീനുകളൊക്കെ ഒന്ന് നോക്കി, എന്തൊരു മനോഹരമായിട്ട് ദൈവവേ സൃഷ്ടിച്ചത്. അതിൻ്റെ കണ്ണിരിക്കേണ്ടടുത്ത് കണ്ണ്, വാലിരിക്കേണ്ടടുത്ത് വാല്, വായിരിക്കേണ്ടടുത്ത് വായ, അതുപോലെ പല പല ഷേപ്പിൽ മീനുകളെ നിർമ്മിച്ചേക്കണു. അതുപോലെ തന്നെ മൃഗങ്ങളായാലും തന്നെ പല പല രീതിയിൽ. അപ്പോൾ അവരുടെ ശരീരപ്രകൃതം അനുസരിച്ച് അവർക്ക് ഇരേനെ പിടിക്കാനുള്ള അവരുടെ ഒരു കഴിവുകൾ ദൈവം നൽകിയിട്ടുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ ബുദ്ധിയാണ് ഇതിൽ കാണണത്. പലതരം ജീവികൾ, പലതരം ശരീരപ്രകൃതം, അതുപോലെ പലതരം ഇവരെ ഇര പിടിക്കുന്ന ടെക്നിക്ക്, ഇതൊക്കെ വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ഇവരൊക്കെ ഇങ്ങനെ ഡിസൈൻ ചെയ്ത് വെച്ചേക്കാം വളരെ മനോഹരമായിട്ട്. അതാളുടെ ബുദ്ധി നമ്മൾക്ക് എത്രത്തോളം. ഇപ്പം നമ്മൾ ഇത് ഇവിടെ വന്നപ്പോൾ വളരെ ചുരുക്കം മീനുകളെയും ഒക്കെ കാണാൻ നമുക്ക് പറ്റണുള്ളൂ. ഇനി എന്തോരെണ്ണൊക്കെ എടുക്കണേ. ഇതൊക്കെ ദൈവം ഒറ്റൊരു ദിവസം കൊണ്ടാക്കി. മൃഗങ്ങളെയും മത്സ്യങ്ങളെയും ഇതൊക്കെ ഒറ്റൊരു ദിവസം ഉണ്ടാക്കിയതാ. അപ്പോൾ മത്സ്യങ്ങളെ നോക്കുകയാണെങ്കിൽ വെള്ളത്തിൽ അവർക്ക് നീന്താനുള്ള അവരുടെ ആ ഫിൻസ് ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്തൊരു മനോഹരം അത്. നിങ്ങളൊക്കെ നോക്ക്, ഈ മീനുകളൊക്കെ ഒന്ന് നോക്ക്, എന്തൊരു മനോഹരമായിട്ടാണ് ഇവയെ ദൈവം ഉണ്ടാക്കി വെച്ചേക്കുന്നത്. വെള്ളത്തിൽ നീന്താൻ വേണ്ടി തന്നെയാണ് അവറ്റങ്ങൾക്ക് ആ ഫിൻസൊക്കെ കൊടുത്തേക്കണത്, വാലും ഇതൊക്കെ. അപ്പോൾ മനുഷ്യർ എന്നിട്ട് ഈ മീനുകളിൽ നിന്നും അതുപോലെ തന്നെ പല മൃഗങ്ങളിൽ നിന്നും ഇവർ പലതും പഠിക്കും. ഇപ്പോൾ ഓരോ മൃഗത്തിനൊക്കെ നോക്കിയിട്ടാണ് ഇവർ എയറോപ്ലെയിൻ അതൊക്കെ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ കലാവിരുതിൽ നിന്ന് അവർ അറിവ് നേടിയിട്ട് പലതും നിർമ്മിച്ചിട്ട് ദൈവത്തെ ഇല്ല എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ മണ്ടത്തരത്തിൽ പെട്ടുപോകരുത്. അപ്പോൾ ഇവയൊക്കെ കാണുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ ശക്തി നമ്മളറിയാം. അതുപോലെ ആളുടെ ബുദ്ധിയൊക്കെ അറിഞ്ഞ് ആ ആളെ നമ്മൾ ആരാധിച്ച് ജീവിക്കാൻ പഠിക്കണം. മനസ്സിലായി? അപ്പോൾ ഇവയൊക്കെ കാണുമ്പോൾ നമ്മൾ എപ്പോഴും ദൈവത്തെ മഹത്വപ്പെടുത്തുക, ആളുടെ ശക്തി അതും ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ ആസ്വദിക്കുക, എല്ലാറ്റിങ്ങളെയും ആസ്വദിക്കുക, അവയിൽ നിന്ന് പഠിക്കുക. അങ്ങനെ നമുക്ക് ഈ ദൈവത്തിൻ്റെ ഒരു പ്രസൻസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ നമ്മളിങ്ങനെ ഓരോന്ന് പഠിച്ച് അത് ഇതൊക്കെ ശ്രദ്ധിച്ച് ഇവയിൽ നിന്ന് പഠിക്കുമ്പോഴാണ് നമ്മൾക്ക് അറിയാൻ പറ്റുക ഇതൊക്കെ ഒരാളുണ്ടാക്കിയത്. അങ്ങനെയാണ് നമുക്ക് ദൈവത്തിന് ഫീൽ ചെയ്യാൻ പറ്റുക. അപ്പം ഞാൻ ഈ ദൈവത്തിൻ്റെ വീഡിയോകളൊക്കെ ഉണ്ടാക്കുമ്പോൾ പലതരം അനുഭവങ്ങളുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഈ പ്രകൃതിയോട് വളരെയധികം ഒരു കണക്ഷനുള്ള ഒരാളാണ്. കാരണം ഞാൻ ഇവയിൽ നിന്നും പലതും പഠിച്ചിട്ടുണ്ട്. കാരണം ഇതൊക്കെ തന്നെ ഉണ്ടായതാന്ന് പറയുകയാണെങ്കിൽ അതൊരു പെരുങ്കള്ള. ദൈവം തന്നെ പറഞ്ഞിട്ടുണ്ട് പിശാചുണ്ട്. അപ്പോൾ അവൻ പറയുന്ന ഒരു പെരുങ്കള്ള, ആദത്തിൻ്റെ ഹവ്വയുടെ കഥയിൽ ഹവ്വേനെ പറ്റിച്ചു, എങ്ങനെ ഒരു നുണ പറഞ്ഞു, അതുപോലെ വലിയൊരു കള്ളം അവൻ പറഞ്ഞുണ്ടാക്കിയതാണ്. ഇതൊക്കെ തന്നെ ഉണ്ടായതാണ്. അല്ല, ഇതൊക്കെ ഒരാളുണ്ടാക്കിയത്, ഒരു ദൈവം. ആ ദൈവത്തെ നമ്മൾ കണ്ടുപിടിച്ച് ആരാധിക്കണം. അപ്പോൾ ഇവയുടെ ഭംഗിയൊക്കെ ആസ്വദിക്കുമ്പോൾ നമ്മ ആളെ മഹത്വപ്പെടുത്താൻ നമ്മൾ ഓർക്കണം. അതുപോലെ തന്നെ ഇതൊക്കെ ഉണ്ടാക്കിയത് കാണാൻ വേണ്ടി മാത്രമല്ല, ഇതൊക്കെ നമ്മൾക്ക് തിന്നാനും കൂടെ ഉള്ളതാണ്. നമ്മൾക്ക് ശരീരത്തിന് വേണ്ട
പോഷക ഗുണങ്ങളൊക്കെ കിട്ടണമെങ്കിൽ വിറ്റുങ്ങളൊക്കെ തിന്നണം. ഇപ്പോൾ അലങ്കാര മത്സ്യങ്ങൾ കുറച്ചുണ്ട്, എന്നാൽ എല്ലാ ജീവികളെ തിന്നാൻ പറ്റുമെന്ന് ആണ് പറയണത്. അപ്പോൾ എല്ലാറ്റിങ്ങളെയും തിന്നാം. അപ്പോൾ അതുപോലെ തന്നെ ഈ ജീവികളൊക്കെ കാണുമ്പോൾ ഇവരൊക്കെ ഒക്കെ ഒരുപോലെയാണ്. ഇപ്പോൾ സ്രാവ് എടുത്താൽ സ്രാവുകളൊക്കെ ഒരുപോലെ. അപ്പോൾ അതുപോലെ മൃഗങ്ങളെടുത്ത് കഴിഞ്ഞ് പുലി എടുത്താൽ പുലികളൊക്കെ ഒരുപോലെ. പക്ഷെ മനുഷ്യനെടുത്താലോ ഒക്കെ വേറെ. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ദൈവത്തിന് അതിൽ മനുഷ്യനാണെന്നറിയാം. അതുപോലെ മനുഷ്യന് വേണ്ടിയിട്ടാണ് ഇത് മൊത്തം ഉണ്ടാക്കിയതെന്നും നമ്മൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഏറ്റവും ബുദ്ധിയുള്ള ജീവിയും ഈ മനുഷ്യൻ തന്നെ. അപ്പോൾ അതിലും ശക്തിമാനായിരിക്കും പിശാച് എന്ന് നമ്മൾ മനസ്സിലാക്കി അവൻ്റെ കള്ളത്തരങ്ങൾ നമ്മൾ പൊളിക്കണം. എന്നിട്ട് ദൈവത്തെ കണ്ടുപിടിച്ച് ആരാധിക്കണം. അപ്പം നമുക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ ഇവയൊക്കെ വെറുതെ കണ്ട് എന്ന് പറഞ്ഞ് കുടുംബത്തിൽ പോവാണ്ട് ഇതൊക്കെ ഒരാളുണ്ടാക്കിയതാണെന്ന് മനസ്സിലാക്കി ആൾ ആരാധിക്കാൻ പഠിക്കും. അപ്പോൾ ഞാൻ എഞ്ചിലോട്ടിന് ആദ്യമേ ഇറങ്ങി. അപ്പാപ്പന് ഇത്തിരി ധൃതിയാണ്, പക്ഷെ പതുക്കെ വരാൻ പറ്റുള്ളൂ. പിന്നെ പപ്പയും മമ്മിയും അമ്മാമ്മയും പയ്യെ വരുന്നുണ്ട്. ഇവിടെ കാഴ്ചകളൊക്കെ കണ്ടു തീർന്നു. അപ്പോൾ വളരെ മനോഹരമായ ഒരു സ്ഥലമാണ്, എല്ലാവരും വന്ന് കാണാം. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ കലാവിരുതുകൾ ഇവിടെ ഓരോ മത്സ്യങ്ങളിലും നമുക്ക് കാണാം. അതുപോലെ തന്നെ ഈ മത്സ്യങ്ങൾ മാത്രമല്ല, മൃഗങ്ങളൊക്കെ ഉണ്ട്. മൃഗങ്ങളെയും ഒക്കെ ഒരു ദിവസം ഉണ്ടാക്കിയതാണ്. അപ്പോൾ അങ്ങനെ, അപ്പോൾ ഇനി പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.